ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റിവിഷൻ സീരീസിൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പം നമ്മുടെ ചാനലിൽ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 81. റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സോ ദാറ്റ് ദ ജേം ഈസ് ടു സ്മാൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. ആൻസർ ഓപ്ഷൻ ബി. The germ is so small that it cannot be seen with a naked eye. അപ്പോൾ ഇവിടെ ഈ ടു എന്നുള്ളത് മാറ്റിയിട്ടാണ് സോ ദാറ്റ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ടുവിൻ്റെ സ്ഥാനത്ത് സോ ചേർക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ടുവിൻ്റെ സ്ഥാനത്ത് എന്ത് ചേർക്കണം? ദാറ്റ് ഇറ്റ് കനോട്ട് എന്ന് ചേർക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 82. Find the word equivalent to a feeling of a shyness or embarrassment that stops you from doing or saying what you really want. Answer option B, miserable. 83. Fill in the blank in the given below sentence. Neither of them dash me. Answer option D, loves. അപ്പോൾ ഇവിടെ ലവ്സ് വന്നത് എന്താണ്? ലവ്സ് ഒരു സിംഗുലർ വെർബാണ്. എന്തുകൊണ്ടാണ് ലവ്സ് വന്നത്? അപ്പോൾ ചില വേർഡ് കഴിഞ്ഞതിന് ശേഷം സിംഗുലർ വെർബ് ആയിരിക്കണം വരേണ്ടത്. ഏതൊക്കെയാണ് ആ വേർഡ്സ്? ഐദർ, നൈദർ, ഈച്ച്, എവരിവൺ, എവരിബഡി, എവരിഡേ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നോവൺ, നൺ. അപ്പം തുടങ്ങിയ വേർഡ്സിന് ശേഷം എന്താണ് വരേണ്ടത്? സിംഗുലർ വെർബായിരിക്കും വരുന്നത്. നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പഠിക്കുക. 84. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അലാസ് മൈ അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ഹീ സെഡ്. ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ ഇത് എന്തൊരു സെൻറ്റൻസ് ആണ്? ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് അല്ലേ? അപ്പം ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ അലാസ്, ഹറേ, ഓ, ഹൗ തുടങ്ങിയ വാക്കുകൾ ഒഴിവാക്കുക. അപ്പോൾ ഇവിടെ അലാസ് ഉണ്ട്, അപ്പോൾ അത് വേണ്ട, അതിനെ ഒഴിവാക്കുക. പിന്നീട് ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പിൽ ദാറ്റ് ഉപയോഗിക്കണം. ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പിൽ എന്ത് ഉപയോഗിക്കണം? ദാറ്റ് ഉപയോഗിക്കണം. അലാസ്, ഹുറേ, ഓ, ഹൗ തുടങ്ങിയ വാക്കുകളൊക്കെ അതിനകത്തുണ്ടെങ്കിൽ അതൊന്നും അതിനകത്ത് കാണരുത്, അതൊക്കെ ഒഴിവാക്കുക. പിന്നീട് ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്, അതിനെ എന്താക്കി മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുക. അതായത് ഹാഡ് പ്ലസ് വെർബ്. അടുത്ത ക്വസ്റ്റ്യൻ 85. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു സൂപ്പർലേറ്റീവ് ഡിഗ്രി. ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ എനിത്തിങ് എൽസ്. ആൻസർ ഓപ്ഷൻ സി. ഓഫ് ആൾ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ദ ഫാസ്റ്റസ്റ്റ്. അപ്പോൾ ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്തിനാണ് ഉപയോഗിക്കുന്നത്? രണ്ടിലധികം വ്യക്തികളെയോ വസ്തുക്കളെയോ സ്ഥലങ്ങളെയോ താരതമ്യം ചെയ്യുമ്പോൾ അവയിൽ ഒന്നാമത്തേത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ ദ എന്ന വാക്ക് ഉണ്ടായിരിക്കണം. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുമ്പിൽ എന്തുണ്ടായിരിക്കണം? ദ എന്ന വേർഡ് ഉണ്ടായിരിക്കണം. ഇവിടെ ദ ഉണ്ട്. ദ ഫാസ്റ്റസ്റ്റ്. ഫാസ്റ്റിൻ്റെ സൂപ്പർലേറ്റീവ് ആണ് ഫാസ്റ്റസ്റ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 86. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഗിവൺ ബിലോ. ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദ കോമ്പൗണ്ട് വാൾ. ആൻസർ ഓപ്ഷൻ ഡി, ഓവർ. 87. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയം ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ്. ആൻസർ ഓപ്ഷൻ സി. ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈയിങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. 88. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. ഓൺ ഡാഷ് വേ വി സോ ഡാഷ് വൺ ഐഡ് ബെഗർ. ആൻസർ ഓപ്ഷൻ ബി, ദ എ. അപ്പോൾ ഇവിടെ ഈ വൺ ഐഡ് ബെഗർ അവിടെ എന്തുകൊണ്ടാണ് എ ഉപയോഗിച്ചത്? അതൊരു വൗവൽ ലെറ്ററിൽ ആരംഭിക്കുന്ന വാക്കാണല്ലോ.
എന്തുകൊണ്ടാണ് എ ഉപയോഗിച്ചത്? അപ്പോൾ ചില വാക്കുകൾ ആരംഭിക്കുന്നത് വൊവൽ ലെറ്ററിലാണെങ്കിലും വായിക്കുമ്പോൾ കൺസണൻറ്റ് സൗണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വൺ എന്ന് നമ്മൾ വായിക്കുമ്പോൾ കൺസണൻറ്റ് സൗണ്ടാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ എ ഉപയോഗിച്ചത്. 89. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് ദ അബ്രിവേഷൻ ഗിവൺ ബിലോ? AM. ആൻസർ ഓപ്ഷൻ ബി. ആൻറ്റി മെറിഡിയൻ ബിഫോർ മിഡ് ഡേ. 90. ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഫോർ ദ വേർഡ് ഫ്യൂഡ്. ആൻസർ ഓപ്ഷൻ സി, ക്വാറൽ. 61. വിച്ച് ഓഫ് ദ ഫോളോയിങ് sentences contains a gerund? ആൻസർ ഓപ്ഷൻ സി, ഹി എൻജോയ്സ് പ്ലേയിങ് സോക്കർ. അപ്പോൾ എന്താണ് ജെറണ്ട് എന്ന് പറയുന്നത്? ING ഉള്ള വാക്കുകളാണ് ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്? പ്ലേയിങ്. 62. ദാറ്റ് വാസ് ഡാഷ് ഡിസപ്പോയിൻമെൻറ്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ഡാഷ് റൂം എക്രോസ് ഡാഷ് ഹാൾ ഫ്രം ഇറ്റ്. ആൻസർ ഓപ്ഷൻ ബി, എ ദ. 63. ആസ് സൂൺ ആസ് ഹി കെയിം he made sure that everything was all right. Change into a negative sentence without changing its meaning. Answer option A. No sooner did he come than he made sure that everything was all right. 64. If James dashed enough money, he dashed buy a new car next year. Answer option A. Had. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഇംപ്രോബബിൾ കണ്ടീഷനാണ് സൂചിപ്പിക്കുന്നത് കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ. അതായത് ഒരു വ്യവസ്ഥയിന്മേൽ സംഭവിക്കാമായിരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഇനി ശ്രമിച്ചാൽ നടക്കുന്ന കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹി വാസ് ആബ്സെൻറ്റ് ഡാഷ് ഹി വാസ് സിക്ക്. ആൻസർ ഓപ്ഷൻ എ, ബിക്കോസ്. 66ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത് നോക്കാം. 67. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ആൻസർ ഓപ്ഷൻ സി, ഡിസ്ക്രീപ്പൻസി. ഇതാണ് ശരിയായിട്ടുള്ള വാക്ക്. 68. ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ്. അതിനകത്ത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, made my words or actions ineffective. 69. They said let us come in. Answer option D. They requested me to let them come in. അപ്പോൾ ഇത് എന്തൊരു സെൻറ്റൻസ് ആണത്? ഒരു ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണത് അല്ലേ? ഈ ഇമ്പരറ്റീവ് സെൻറ്റൻസിനെ റിപ്പോർട്ടഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്നതാണിത്. നേരത്തെ ഒരെണ്ണം പഠിച്ചത് ഏതായിരുന്നു? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇതിനെന്തൊക്കെ മാറ്റങ്ങൾ വരണം? സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പിൽ ടു ചേർക്കണം. പ്ലീസ്, കൈൻഡ്ലി തുടങ്ങിയ വാക്കുകൾ ഇവിടെ വരാൻ പാടില്ല. അതെല്ലാം ഒഴിവാക്കണം. ഇനി അടുത്തത് 70. എ സ്പീച്ച് മെയ്ഡ് ബൈ സംവൺ ഫോർ ദ ഫസ്റ്റ് ടൈം. ആൻസർ ഓപ്ഷൻ എ, മെയ്ഡൻ സ്പീച്ച്. 81. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് കറക്റ്റ് ടെൻസ് ഫ്രം ദ വെർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. I dash stay here till Sunday. Answer option C, will be staying. അപ്പോൾ ഇത് ടെൻസാണ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസാണ്. ഭാവിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. 82. ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ദാറ്റ് സജസ്റ്റ് ചേഞ്ച് ഇൻ വോയിസ് ഓഫ് ദ സെൻറ്റൻസ്. പ്ലീസ് ഡ്രോ ദ ഫിഗർ. ആൻസർ ഓപ്ഷൻ ബി, യു ആർ റിക്വസ്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ. 83. Fill in the blank using suitable preposition. I dash walk 10 miles without getting tired. Answer option C, can. 84. Complete the following sentence using appropriate question tag. It is not raining. Answer option A, is it. അപ്പോൾ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ടാഗ് വരുന്നത് പോസിറ്റീവാണ്. 85. Combine the two sentences using suitable correlative conjunction. It is not useful. It is not ornamental. Answer option C, neither nor.
അപ്പോൾ ഇത് നൈദർ നോർ വെച്ചാണ് ഇവിടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. 86. ചൂസ് ദ സിനോണിം ഓഫ് ദ വേർഡ് ഇറ്റാലിക്സ്ഡ് ഇൻ ദ സെൻറ്റൻസ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഹി വാസ് കിൽഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. ആൻസർ ഓപ്ഷൻ ബി സ്ലെയിൻ. 87. Fill in the blank using appropriate gerund form from the of the word given in bracket. Do you mind dash share? ഷെയറിൻ്റെ ജെറണ്ട് ഫോമാണ് അവിടെ എഴുതേണ്ടത്. സം പിക്ചേഴ്സ് ഓഫ് യുവർ ട്രിപ്പ് ഓൺ ഫേസ്ബുക്ക്. ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ ഷെയറിൻ്റെ ജെറണ്ട് ഫോം എന്ന് പറഞ്ഞാൽ ഷെയറിങ്, ING ഫോമാണ് ജെറണ്ട് എന്ന് പറയുന്നത്, ഷെയറിങ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ടു ഷെയറിങ് ഉപയോഗിക്കാതിരുന്നത്? ഡു യു മൈൻഡ് വന്നാൽ ടു ഇല്ലാത്ത ജെറണ്ട് ഫോം മാത്രം അവിടെ ഉപയോഗിച്ചാൽ മതി, ടു അവിടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഷെയറിങ് മാത്രം വന്നത്. 88. Substitute the words underlined with a suitable phrasal verb. The director summoned me and asked for an explanation. Answer option B. Send for. 89. Fill in the blank using suitable preposition. He felt no qualms dash borrowing money from his friends. Answer option B. About. 90. Give the correct spelling of the adjective that means careful or taking great care. അപ്പോൾ കെയർഫുൾ ഓർ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ എന്ന വാക്കിൻ്റെ അർത്ഥം കൺസയൻഷ്യസ്. അത് സ്പെല്ലിങ് ഓപ്ഷൻ എയുടെയാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.